എല്ലാ ആളുകളും കടക്കണിയിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? കല്യാണം. കല്യാണത്തെ ചെയ്യുന്ന എല്ലാവർക്കും പിന്നെ കടാണ്. എന്തിനായി വാങ്ങണത്? അനുവദിക്കപ്പെട്ട കാര്യത്തിനൊന്നുമല്ല, ഹറാമായ പല കാര്യങ്ങളും അവിടെ പൊടിക്കാനാണ്. അപ്പുറത്ത് അങ്ങനെ നടക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അവിടെ മഞ്ഞ കല്യാണം, ഇവിടെ മെഹന്തി, ഹെൽദി, അതേപോലെ തന്നെ അറബിക് നൈറ്റ്, മറ്റേ നൈറ്റ്, പാകിസ്ഥാനി നൈറ്റ്, പല പേരിലുള്ള നൈറ്റുകൾ. പിന്നെ ഇപ്പോഴാ മീഡിയ ഏത് തുറന്നു നോക്കിയാലും ഇപ്പോൾ തട്ടുകടയാണ്. പുയാപ്പള തട്ടുകട, മറ്റേ സഫീറിൻ്റെ തട്ടുകട, മറ്റേ സൗദാബി തട്ടുകട. ഇങ്ങനെ എന്നിട്ട് പെണ്ണിനെ ആദ്യത്തെ ദിവസം തന്നെ ഓനെ കൊണ്ടൊരു പച്ച ബെൽറ്റും ഒരു തലീക്കെട്ടൊക്കെ കെട്ടിച്ച് പെണ്ണിനെ ഒരു പഴയ താത്താൻ്റെ പെൺകുപ്പായവും, എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ മലപ്പുറത്തൊക്കെ പറയുന്ന മാതിരി വെള്ളക്കാച്ചി തുണിയും ഒരു അരഞ്ഞാണൊക്കെ വെച്ചിട്ട് പ്രത്യേക മോഡൽ തട്ടൊക്കെ നെടിയിച്ചിട്ട് ഇവരെന്ത് ചെയ്യണം, അവിടെ ഒരു തട്ടുകട റെഡിയാക്കിയിട്ടുണ്ടാവുന്നുണ്ട്. അവിടെ കുടുംബങ്ങളൊക്കെ കൂടിയാണ് പെണ്ണും പോയി എന്നിട്ട് ഇവനെ കൊണ്ട് ഓംലെറ്റ് ചൊടിക്കുക, ചായ ഉണ്ടാക്കിക്കുക, എന്നിട്ട് അതിങ്ങനെ കുടിക്കുക. എന്നിട്ട് ഇപ്പോൾ അതാണ് പുതിയ ട്രെൻഡ്. എന്ത്? പുതിയാപ്പള തട്ടുകട. എത്ര ആയിരങ്ങൾ അതിനൊക്കെ വേണ്ടി പഠിക്കുന്നത്? ആണും പെണ്ണും വളരെ മിങ്കിൾ ചെയ്ത് സ്റ്റേജിൽ എല്ലാ തോന്നിവാസങ്ങളും എത്രായിരമാണ് ചെലവഴിക്കുന്നത്. ഏതൊക്കെ വിധത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. ഉള്ളോനിക്ക് ചെയ്യാനും അത് അവനക്ക് തന്നെ ഹറാമ്. അല്ലാത്തവനോ കടം വാങ്ങിയിട്ടാണ് ചെയ്യണത്. കടം വാങ്ങിയിട്ട് ചെയ്യണം, ലോൺ എടുത്ത് ചെയ്യാണ്. മശ്റൂ അല്ലാത്ത അള്ളാഹു അനുവദിച്ചിട്ടുള്ള വിഷയത്തിൽ ഒരാൾ കടം വാങ്ങൽ ഒരാൾക്ക് ഹലാലാകുന്നതിന്റെ മൂന്നാമത്തെ നിബന്ധനയാണ് ഞാൻ പറയുന്നത്. അൻ യകൂന ഫീ അംരിൻ മശ്റൂഇൻ, ശർഇൽ അനുവദിക്കപ്പെട്ട കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം കടം വാങ്ങുന്നത്. അല്ലെങ്കിൽ അവന്റെ കടം വാങ്ങൽ തന്നെ എന്താണ്? ഹറാമാണ്. ആലോചിച്ച് നോക്കും, അത്രത്തോളം ഗുരുതരാണ്. ഓരോരുത്തരും ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഞാനങ്ങനെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏത് വിഷയത്തിലാണ് എന്നൊക്കെ ഓരോരുത്തരും ചിന്തിക്കാം.